ഹലോ, ഇന്ന് വന്നിട്ട് ചോറിന് കൂട്ടാൻ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലും അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, പച്ചമാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, പച്ചമുളക്, നാരകച്ചപ്പ്, പിന്നെ മല്ലിച്ചപ്പും അതുപോലെ പുതിനച്ചപ്പും ഇതെല്ലാം കൂട്ടി ഒന്ന് അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. നമ്മളെ ചമ്മന്തി റെഡി. ജലദോഷം വന്ന് വായിൻ്റെ രുചി പോയി കിടക്കുന്ന സമയത്ത് ചോറൊന്നും തിന്ന വലിയ മൂടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചമ്മന്തി എല്ലാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, കുറച്ച് ആവശ്യത്തിനുള്ള ചോറെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കറി വന്നിട്ട് ഇന്ന് പരിപ്പും മുരിങ്ങാച്ചപ്പ് വരുന്ന കറിയാക്കിയിട്ടുണ്ടായത്. പിന്നെ അയല മുളിച്ചൻ ഒഴിച്ചപ്പം അയലൻ്റെ അസ്ഥികൂടം വരെ കാണുന്നുണ്ടായി. ഇപ്പം നല്ല മീനും നല്ല കിട്ടുന്നത്. വറവ് വന്നിട്ട് കൈപ്പക്ക വറവാണ് ഉണ്ടായത്. പിന്നെ പൊരിച്ചത് അയലയും അതുപോലെ തന്നെ മത്തി ഉണ്ടായിരുന്നു. അങ്ങനെ പൊരിച്ചതെടുത്തു. ഇനി വന്നിട്ട് നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി. നിങ്ങൾ നാരങ്ങക്കറി ഉണ്ടാക്കുന്ന നാരങ്ങയുടെ തളിരില വെച്ചിട്ടാണ് ഈ ചമ്മന്തി മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വന്നിട്ട് നമ്മളെ നാരങ്ങക്കറി എപ്പോഴത്തെയും പോലെ തന്നെ. അപ്പം ഫുഡ് കഴിക്കുവാനേ.